ഒരു ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാലയുടെ റെസിപ്പിയാണിത്. ഇത് പൂരിക്ക് മാത്രമൊന്നുമല്ല, ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം, പുട്ട്, ഉപ്പുമാവ് എന്തിൻ്റെ കൂടെയും മാച്ചായിട്ട് പോകുന്ന നല്ലൊരു പൊട്ടറ്റോ മസാല. ഇതിലെ ഗരം മസാലയുടെ അതിപ്രസരം ഒന്നും തന്നെയില്ല. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാല ഇതുപോലെ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ. ഇനി ഇതെങ്ങനെ ചെയ്തെടുക്കും നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതിലോട്ട് ഗരം മസാലയുടെ അതിപ്രസരം ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ, വളരെ കുറച്ച് മാത്രമേ ഇടാവൂ. ഇതാ 2 ഗ്രാമ്പു, ഒരു ചെറിയൊരു കഷ്ണം പട്ട, 1 ഏലക്ക, ഇത്ര മാത്രമേ ഇടാവൂ. കുറച്ച് ഉപ്പ് ചേർക്കുക, ഉരുളക്കിഴങ്ങിന് മാത്രമായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ്സോ വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മാത്രം അടുപ്പിക്കുന്നുള്ളൂ. എത്ര കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. ഇനി ഇതാ ഇത് വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. ഉടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചേർത്ത ആ ഗ്രാമ്പുവും ഏലക്കായും പട്ടയൊന്ന് മാറ്റണം. ഇത്ര നേരം മാത്രം ആ പൊട്ടറ്റോയ്ക്ക് ആ ഗരം മസാലയുടെ സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ വന്നാൽ മതിയാകും. ഇനി ഇതാ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ഏലക്കായുടെ കിട്ടാനുണ്ടായിരുന്നു, ആ ഏലക്കായും കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ കിടന്നോട്ടെ. ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. കടലപ്പരിപ്പ് ഈ മസാലയിൽ കടിക്കത്തൊന്നുമില്ല, അത് നല്ല സോഫ്റ്റ് ആയിക്കോളും. ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം കടുക് ചേർക്കുക. ഇതാ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് കടലപ്പരിപ്പ് ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അത്ര മതിയാകും. തീയെ നല്ലവണ്ണം കുറച്ച് വെക്കുക. ഈ സമയത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുക. ഇതിൽ വെളുത്തുള്ളി ചേർക്കത്തില്ല. അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചതോ ഇഞ്ചി പേസ്റ്റോ ഒന്നും ചേർക്കരുത്. ഇഞ്ചി ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് നേരത്തേന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു പച്ച ടേസ്റ്റ്, ഒരു പച്ച കുത്തൽ ആ മസാലയിലുണ്ടാകും. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് വേണം സവാള ചേർക്കാനായിട്ട്. ഒരു 10-15 സെക്കൻഡ് മതിയാകും. ഇനി ഒരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുക. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. നീളത്തിൽ അരിയരുത്, ഇതേപോലെ അരിഞ്ഞ് ചേർക്കുക. പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ആ മസാലയുടെ കൂടെ തന്നെ അങ്ങ് യോജിച്ച് നമ്മൾ കഴിക്കും. നീളത്തിൽ അരിഞ്ഞെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പെറുക്കി മാറ്റി വെക്കില്ലേ, അപ്പോൾ അത് വേണ്ട, ചേർത്ത് കഴിക്കണം. ഇനി സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കരുത്. പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. 1-2 സവാളയൊക്കെ ഒന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും പെട്ടെന്ന്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒട്ടും ബ്രൗൺ ആകരുത്. ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും, മസാലയുടെ കളറിലും വ്യത്യാസം ഉണ്ടാകും. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് മൂടി വെച്ചാൽ മതിയാകും. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് മൂടി വെച്ചാൽ മതിയാകും. നന്നായിട്ട് വഴന്ന് കിട്ടും, ഒട്ടും കരിയാതെ. ദാ ഇവിടെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടില്ല. ദാ ഇങ്ങനെ തന്നെ എടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ ആ ക്യാരറ്റും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു വലിയ തക്കാളിയുടെ പകുതി, ഇല്ലെങ്കിൽ തീരെ ചെറിയൊരു തക്കാളി മാത്രം ചേർത്താൽ മതിയാകും. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. തക്കാളി ഇപ്പോൾ വെന്തുടയണം എന്നൊന്നുമില്ല, ഇളക്കിയെടുത്താൽ മതി.
മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു അര സ്പൂണിനടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. പെരുംജീരകം എപ്പോഴും ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അമ്മിക്കല്ലിലിട്ടൊന്ന് ഇടിച്ച് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വേറെ ഗരം മസാല പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ലേ. പെരുംജീരകപ്പൊടിയോടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഇനി ഇതാ കുക്കറിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി കൂടുതലായിട്ട് ചേർക്കരുത്. ആ ഉരുളക്കിഴങ്ങിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു അളവിൽ, കുറഞ്ഞ അളവിൽ തക്കാളി ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഇങ്ങനെ ലൂസായിട്ട് തന്നെ എടുക്കണം. ഇനി ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി 3-4 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ടാൽ മതിയാകും. മൂടി വയ്ക്കാം. ഈ കാണിച്ചിരിക്കുന്നതിലും വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു പോയെങ്കിൽ മാത്രം തീ അല്പം കൂടുതലായിട്ട് വെച്ചുകൊണ്ട് മൂടി വയ്ക്കുക. തിളച്ച് ഏകദേശം ഒരു 4 മിനിറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോഴത്തേന് ഇതാ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത്ര മതിയാകും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് മെയിനായിട്ട് ഇനി 2 സാധനം കൂടി ചേർക്കാനുണ്ട്. ഈ ഒരളവിലാണ് ഇപ്പോൾ ലൂസായിട്ടുള്ളത്. ഇത് മസാലയൊക്കെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കട്ടിയായിക്കോളും. ഇനി ഇതാ ഒരു അര സ്പൂണ് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെയ്യ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. പിന്നെ കുറേയേറെ മല്ലിയിലയൂടെ ചേർക്കുക. മല്ലിയിലയും ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ഫ്രഷായിട്ട് ചേർക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എന്താ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇത്രയും മതിയാവും. നല്ലോണം തണുത്ത് കഴിയുമ്പോഴത്തേന് ഇത് കുറച്ചുകൂടി ഒന്ന് പാകത്തിന് കട്ടിയായിക്കോളും. ഇപ്പോൾ ദോശയ്ക്കോ മസാല ദോശയുടെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ വെള്ളം പോലെയൊന്നും മാറി മാറി നിൽക്കുന്ന പോലെ ഒന്നുമില്ല. കറക്റ്റായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. ഇതിൽ ഗരം മസാലയുടെ ഓവർ ടേസ്റ്റ് ഒന്നുമില്ല. വളരെ മൈൽഡായിട്ടുള്ളൊരു മണവും ടേസ്റ്റുമാണ്. ഒരു ഉഗ്രൻ പൊട്ടറ്റോ മസാലയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്തുമാകട്ടെ അതിൻ്റെ കൂടെ എല്ലാം മാച്ചായിട്ട് പോകുന്ന നല്ലൊരു മസാലക്കറിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഹൈപ്പ് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.